ഹിമാലയത്തിലെ ചാർധാമുകളിൽ യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ് കഴിഞ്ഞാൽ നാലാമതായി സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് ബദരീനാഥ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 10,279 അടി ഉയരത്തിലാണ് ബദരീനാഥ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ബദരീനാഥ് ക്ഷേത്രം എന്നല്ല, ബദരികാശ്രമം എന്നാണ് ഈ സങ്കേതത്തെ വിശേഷിപ്പിക്കുന്നത്. ബദരി വിശാൽ, ബദരി നാരായണൻ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ് ബദരീനാഥൻ ഇവിടെ അറിയപ്പെടുന്നത്. സത്യയുഗം മുതൽക്ക് തന്നെ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അത്രേ. മഴയും വെയിലുമേറ്റ് കഠിന തപസ്സനുഷ്ഠിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് അലിവ് തോന്നിയ ലക്ഷ്മി ദേവി ബദരി വൃക്ഷത്തിൻ്റെ രൂപമെടുത്ത് മഹാവിഷ്ണുവിന് തണലേകിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബദരി എന്നാൽ മഹാലക്ഷ്മിയും വിശാൽ എന്നാൽ മഹാവിഷ്ണുവുമാണ്. അങ്ങനെ ബദരിയുടെ നാഥനായ മഹാവിഷ്ണുവിന് ബദരീനാഥൻ എന്നുള്ള പേര് വരികയും ചെയ്തു. വൈഷ്ണവ സന്യാസിമാരായ 12 ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ബദരികാശ്രമം, ബദര്യാശ്രമം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ പുണ്യഭൂമിയിൽ സത്യയുഗം മുതൽക്ക് തന്നെ ഭഗവാന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സത്യയുഗത്തിൽ വാസം തുടങ്ങിയ ഭഗവാൻ ത്രേതായുഗത്തിൽ കുറച്ചു പേർക്ക് ദർശനം നൽകുകയും ദ്വാപരയുഗത്തിൽ ഋഷീശ്വരന്മാർക്ക് മാത്രമായി ദർശനം അനുവദിക്കുകയും കലിയുഗത്തിൽ സ്വയംഭൂവായി ഇവിടെ പ്രതിഷ്ഠിതമാവുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇവിടെ ഭഗവാൻ സ്വയംഭൂവായ അവസ്ഥയിലാണെങ്കിലും ഭഗവാൻ മമ ആശ്രമം, അതായത് എൻ്റെ ആശ്രമം എന്ന് വിശേഷിപ്പിച്ച ഏകഭൂമിയും ബദരീനാഥാണ്. മഞ്ഞ് മൂടിയ നീലകണ്ഠ പർവ്വതത്തിൻ്റെയും നരനാരായണ പർവ്വതങ്ങളുടെയും ഇടയിലായി അളകനന്ദ നദിയുടെ തീരത്തായാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വേദകാലം മുതൽക്ക് തന്നെ ബദരീകാശ്രമം പുരാണകൃതികളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ 18 പുരാണങ്ങളിലും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പരാമർശമുള്ള ഏകഭൂമിയും ബദരീകാശ്രമമാണ്. സ്കന്ദപുരാണത്തിൽ ബദരീകാശ്രമത്തെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ബഹുനിശാന്തി തീർത്ഥാനി ദിവ്യഭൂമി രസാതലേ ബദരീസദർശ തീർത്ഥം ന ഭൂതോ ന ഭവിഷ്യതി. അതായത് സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും തീർത്ഥാടന കേന്ദ്രങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ബദരീകാശ്രമം പോലൊരു തീർത്ഥാടന കേന്ദ്രം പിന്നീടൊരിടത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. പുരാണങ്ങൾ പ്രകാരം ശ്രീകൃഷ്ണാവതാരത്തിനായി ഭഗവാൻ മധുരയിലേക്ക് യാത്ര തിരിച്ചതും ഇവിടെ നിന്നുമാണ്. ശ്രീകൃഷ്ണാർജുനന്മാരായി അവതാരമെടുക്കുന്നതിന് മുൻപ് നരനാരായണന്മാരായി ഭഗവാൻ അനേക വർഷങ്ങൾ ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നു. ശ്രീകൃഷ്ണാവതാരത്തിലെ സ്വർഗാരോഹണം കഴിഞ്ഞ് ഭഗവാൻ തിരികെ എത്തിയതും ബദരീകാശ്രമത്തിലേക്കാണ്. പാണ്ഡവരുടെ സ്വർഗാരോഹണത്തിലേക്കുള്ള മഹാപ്രസ്ഥാന യാത്രയും ഇതുവഴിയായിരുന്നു. വ്യാസമുനി ഇവിടെയുള്ള സരസ്വതി നദീതീരത്തെ ഗുഹയിൽ വസിച്ചുകൊണ്ടാണ് മഹാഭാരതവും മറ്റു പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ രചിച്ചത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഭൂമിയാണ് ബദരീകാശ്രമം. ശത്രുക്കളാൽ അളകനന്ദയിൽ എറിയപ്പെട്ട ബദരീനാഥൻ്റെ വിഗ്രഹം അളകനന്ദയിലെ നാരദകുണ്ടിൽ നിന്നും വീണ്ടെടുത്ത് പുനഃപ്രതിഷ്ഠിച്ചതും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും ആദി ശങ്കരാചാര്യസ്വാമികളാണ്. ഉത്തര കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരിമാരെയാണ് ബദരീനാഥൻ്റെ മേൽശാന്തിയായി ശങ്കരാചാര്യസ്വാമികൾ ഏർപ്പെടുത്തിയിരുന്നതും. ഇന്നും ആ പാരമ്പര്യം തുടർന്നു പോരുന്നു. റാവൽ എന്നറിയപ്പെടുന്ന സംസ്കൃതത്തിലും പൂജാവിധാനങ്ങളിലും അഗാധ പാണ്ഡിത്യം ആവശ്യമുള്ള ഇവരെ നിയമിക്കുന്നത് ബദരീനാഥ് ക്ഷേത്ര കമ്മിറ്റിയും ടെഹ്രി ഗഡ്വാളിലെ രാജാവും കൂടിയാലോചിച്ചിട്ടാണ്. സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് പണിതീർത്ത ഒരു വലിയ ദണ്ഡും ഒരു ജോഡി സ്വർണ്ണവളകളും രാജോചിതമായ വസ്ത്രങ്ങളും മേൽശാന്തിയായി അവരോധിക്കുമ്പോൾ ടെഹ്രി രാജാവ് നൽകുന്നു. ഒരു രാജാവിന് തുല്യമായ പദവി തന്നെയാണ് റാവൽജിക്ക് ബദരീനാഥിലുള്ളത്. കോടിക്കണക്കിന് വരുമാനവും ആസ്തിയുമുള്ള ബദരീനാഥിൻ്റെ ഭരണച്ചുമതല ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ബദരീനാഥ് ക്ഷേത്ര കമ്മിറ്റിക്കും ടെഹ്രി ഗഡ്വാൾ മഹാരാജാവിനുമാണ്. നീലകണ്ഠ പർവ്വതം, നരനാരായണ പർവ്വതം, അളകാപുരി പർവ്വതം, ചരൺ പാതുക, തപ്തകുണ്ട്, ബ്രഹ്മകപാൽ, ഗണപതി ഗുഹ, വ്യാസഗുഹ, സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനം, വസുധാര, ലക്ഷ്മീവനം, ചക്രതീർത്ഥം, സതോപന്ത് തടാകം, സ്വർഗാരോഹിണി എന്നിങ്ങനെ നിരവധി പുണ്യസ്ഥലങ്ങൾ ബദരീനാഥുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹരിദ്വാറിൽ നിന്നും ഋഷികേശ്, ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, ചമോലി, കർണപ്രയാഗ്, നന്ദപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, ജോഷിമഠ് എന്നീ സ്ഥലങ്ങൾ വഴിയാണ് ബദരീനാഥിലേക്ക് എത്തുന്നത്. ഹരിദ്വാറിൽ നിന്നും ബസ്സുകളും ടാക്സികളുമൊക്കെ ഇങ്ങോട്ടേക്ക് ലഭ്യമാണ്. ഹരിദ്വാറിൽ നിന്നും രാവിലെ തിരിച്ചാൽ വൈകുന്നേരത്തോടെ ബദരീനാഥിലേക്ക് എത്താം. കേദാർനാഥും ബദരീനാഥും ഉൾപ്പെടെയുള്ള ചാർധാം യാത്രയ്ക്ക് ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഇ-പാസ് നിർബന്ധമാണ്. കഴിവതും യാത്രയ്ക്ക് മുൻപ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് സ്ക്രീനിൽ കൊടുത്തിട്ടുമുണ്ട്. ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ നൽകിയാൽ പാസ് ലഭിക്കുന്നതാണ്. അത് ഫോണിലോ പ്രിൻ്റ് എടുത്തോ ആയി കയ്യിൽ സൂക്ഷിക്കാവുന്നതുമാണ്. ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടാൽ അത് കാണിക്കുകയും വേണം.
കൂടാതെ തിരിച്ചറിയൽ രേഖകളും അവശ്യ മരുന്നുകളും തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളും ലഘുഭക്ഷണവുമൊക്കെ കയ്യിൽ കരുതുകയും വേണം. ബദരീനാഥിലെത്തിയാൽ മറ്റു ചാർധാമങ്ങളെ അപേക്ഷിച്ച് മികച്ച താമസ സൗകര്യവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ലഭ്യമാണ്. കഴിവതും നേരത്തെ തന്നെ റൂമുകളും മറ്റും ഓൺലൈനായി ബുക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ബദരീനാഥിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഏകദേശമെങ്കിലും ഒന്ന് കണ്ടുപോരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും വേണ്ടിവരും. നല്ല ആരോഗ്യമുള്ളവർ മാത്രമേ സതോബന്ത് പോലുള്ള ട്രെക്കിങ്ങുകൾക്ക് പോകാവൂ. അളകനന്ദാനദിയുടെ മറുകരയിലാണ് ക്ഷേത്രം. വെള്ളി പുതച്ചു നിൽക്കുന്ന നീലകണ്ഠ പർവ്വതത്തിൻ്റെ ചുവട്ടിലായുള്ള ബദരീനാഥ് ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാക്കണമെങ്കിൽ മറുകര നിന്ന് തന്നെ കാണണം. അളകനന്ദയ്ക്ക് കുറുകെയുള്ള ഇരുമ്പുപാലം കടന്നു വേണം ക്ഷേത്രത്തിലേക്കെത്താൻ. ഇവിടെ അളകനന്ദയ്ക്ക് രൗദ്രത കൂടുതലുമാണ്. അത്ര ശക്തിയിലാണ് നദിയുടെ ഒഴുക്ക്. നദീതീരത്തു നിന്നും അല്പം മാറി ഉയർന്ന ഒരു ഭാഗത്തായിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ല് കെട്ടി സുരക്ഷിതമാക്കിയ മതിലുകളും കൽപ്പടവുകളും. വിശാലമായ ക്ഷേത്രമതിലകത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അമൂല്യമായ കൊത്തുപണികളോടുകൂടിയ കരിങ്കല്ലിലും തടിയിലും നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രഗോപുരം. ഈ ഗോപുരത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ രാത്രിയാവണം. രാത്രിയിൽ വൈദ്യുത ദീപങ്ങളുടെ പ്രഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രഗോപുരം ഒന്ന് കാണുക തന്നെ വേണം. ഗോപുരത്തിൻ്റെ മുൻഭാഗം ധാരാളം വിസ്താരമുള്ളതായതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് കൂടി നിൽക്കാനുള്ള സൗകര്യവുമുണ്ട്. ക്ഷേത്രനട തുറക്കാൻ താമസമുള്ളതുകൊണ്ട് ചുറ്റുപാടുമൊന്ന് കാണാനായി ഇറങ്ങി. ക്ഷേത്രത്തിന് മുൻപിലെ കാഴ്ചകൾ ഭയങ്കര രസമാണ്. പൂജാസാധനങ്ങളും രുദ്രാക്ഷവും മാലകളും കച്ചവടക്കാരും തീർത്ഥാടകരും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ഭക്തിയും ജീവിതവും വിനോദവും ഒത്തുചേരുന്ന കാഴ്ചകൾ. ഗോപുരത്തിന് മുൻപിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ടിബറ്റൻ ശൈലി നമുക്ക് കാണാൻ കഴിയും. അപൂർവ കൊത്തുപണികളും ശില്പങ്ങളും നിറഞ്ഞ ഈ ഗോപുരം കല്ലും മരവും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. നമ്മൾ അധികം കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത പലവിധ വർണ്ണങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രപ്പണികൾ. ഗോപുരത്തിൻ്റെ ഇരുവശങ്ങളിലും 2 സിംഹങ്ങളുടെ ശില്പങ്ങൾ ഇരിക്കുന്നത് കാണാം. ഗോപുരദ്വാരത്തിന് സിംഹദ്വാർ എന്നാണ് പറയുക. ക്ഷേത്രത്തിൻ്റെ നേരെ മുൻവശത്തായി അളകനന്ദയുടെ മറുകരയിൽ കാണുന്ന പർവ്വതമാണ് നരപർവ്വതം. നേരെ പുറകിൽ കാണുന്നത് നീലകണ്ഠ പർവ്വതവും. നീലകണ്ഠ പർവ്വതത്തിന് പുറകിലായിട്ടാണ് നാരായണ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഔദ്യോഗികമായ പേര് ബദരീനാഥ് പുരി എന്നാണ്. ഗഡ്വാൾ ഹിമാലയത്തിൻ്റെ ഭാഗമാണിത്. പർവ്വതനിരകളുടെ ക്രമമനുസരിച്ച് മഹാഹിമാലയം അല്ലെങ്കിൽ മധ്യഹിമാലയം എന്നൊക്കെ ഈ ഭാഗം അറിയപ്പെടുന്നു. നിരവധി അരുവികളുടെയും നദികളുടെയും ഒക്കെ ഉത്ഭവസ്ഥാനമാണ് ഈ പ്രദേശം. പർവ്വതങ്ങളുടെ മുകളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഈ ജലസ്രോതസ്സുകളെല്ലാം ഒരുമിച്ച് ചേരുകയും പ്രധാന നദിയായ ഗംഗയിലേക്ക് ലയിക്കുകയും ചെയ്യും. ഈ മേഖലയിലെ പ്രധാന നദികളായ അളകനന്ദയും അതിൻ്റെ പോഷക നദിയായ ഋഷിഗംഗയുടെയും സംഗമസ്ഥാനത്തിനടുത്താണ് ക്ഷേത്രനഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുൻപ് മാനാ ഗ്രാമത്തിലെ കേശവപ്രയാഗിൽ വെച്ച് സരസ്വതി നദിയും അളകനന്ദയിലേക്ക് ചേരും. സതോബന്ത് തടാകത്തിനടുത്തുള്ള അളകാപുരി ഗ്ലേഷ്യറിൽ നിന്നുമാണ് അളകനന്ദ ഉത്ഭവിച്ചു വരുന്നത്. പുരാണ കഥകൾ അനുസരിച്ച് കുബേരൻ്റെ രാജധാനി സ്ഥിതി ചെയ്തിരുന്നതും അളകാപുരിയിലാണ്. ഓരോ കാലങ്ങളിലും വ്യത്യസ്തമായ പേരുകളിലായിരുന്നു ബദരികാശ്രമം അറിയപ്പെട്ടിരുന്നത്. സ്കന്ദപുരാണത്തിൽ ഇതിനെപ്പറ്റി ഒരു ശ്ലോകം പറയുന്നുണ്ട്. കൃതേ മുക്തിപ്രദ പ്രോക്ത ത്രേതായാം യോഗസിദ്ധിത വിശാലാ ദ്വാപരേ പ്രോക്ത കലോ ബദരീകാശ്രമ. സത്യയുഗത്തിൽ മുക്തിപ്രദ എന്നും ത്രേതായുഗത്തിൽ യോഗസിദ്ധ എന്നും ദ്വാപരയുഗത്തിൽ വിശാല എന്നും കലിയുഗത്തിൽ ബദരീകാശ്രമം അല്ലെങ്കിൽ ബദരി വിശാൽ എന്നും അറിയപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇവിടം കേദാർനാഥൻ്റെ ഭൂമിയായിരുന്നു. വാമനാവതാര രൂപത്തിൽ ഒരു ബാലനായിട്ടാണ് ഭഗവാൻ ഈ പ്രദേശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂമിയായി ഭഗവാൻ കണ്ടെത്തിയതും ഈ പുണ്യസ്ഥലമായിരുന്നു. കേദാർനാഥൻ്റെ ഭൂമിയായിരുന്ന ഇവിടം ബദരീകാശ്രമമായതിന് പിന്നിലും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ഒരിക്കൽ മഹാദേവനും പാർവതീദേവിയും ഈ പ്രദേശത്തുകൂടി സഞ്ചരിക്കുന്ന സമയം ഒരു ശിലയിലിരുന്ന് ഒരു കൊച്ചുകുട്ടി കരയുന്നത് കണ്ടു. ഇത് കണ്ട പാർവതീദേവി മാതൃവാത്സല്യത്തോടെ ആ കുട്ടിയെ എടുക്കാൻ തുടങ്ങിയതും മഹാവിഷ്ണുവിൻ്റെ ലീലയാണിതെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ പാർവതീദേവിയെ തടഞ്ഞു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ദേവി ആ കുട്ടിയെ എടുക്കുകയും ആ ബാലൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം വിഷ്ണു ഭഗവാൻ വാമനരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ആവശ്യങ്ങൾ മഹാദേവനെയും പാർവതീദേവിയെയും അറിയിച്ചു. ഭഗവാനെ, ഈ കേദാരഖണ്ഡം മുഴുവനും അങ്ങയുടേതാണ്.
ഈ ഭൂമിയുടെ മനോഹാരിതയും മാഹാത്മ്യവും കണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ലോകനന്മയ്ക്ക് വേണ്ടി എനിക്ക് നിത്യതപസ്സിനായി യോജിച്ച സ്ഥലം. അങ്ങും ദേവിയും കേദാർനാഥിലേക്ക് വാസം മാറ്റി എനിക്ക് ഈ പ്രദേശം വിട്ടുതന്നാലും. മഹാദേവനും പാർവതീദേവിയും അത് സമ്മതിക്കുകയും കേദാർനാഥിലേക്ക് പോവുകയും അങ്ങനെ ഇവിടം ബദരീകാശ്രമമായി മാറുകയും ചെയ്തു. പക്ഷേ മഹാദേവന് ഒരു നിബന്ധനയുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന ഭക്തജനങ്ങൾ ആദ്യം എന്നെ ദർശിച്ചതിന് ശേഷം വേണം മഹാവിഷ്ണുവിനെ ദർശിക്കാനെന്നും നിർദ്ദേശിച്ചു. ഇത് പ്രാദേശികമായി നിലവിലുള്ള ഒരു കഥയാണ്. എന്തായാലും ക്ഷേത്രത്തിന് താഴെയുള്ള തപ്തകുണ്ടിന് മുകളിലായി ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ വലതുവശത്ത് റാവൽജിയുടെ മഠത്തിന് താഴെയായി ആദി കേദാരേശ്വരൻ്റെ ഒരു ശ്രീകോവിലുമുണ്ട്. ഈ കഥകളൊക്കെ അറിയാവുന്നവർ തപ്തകുണ്ടിൽ കുളിച്ച് ആദി കേദാരേശ്വരനെയും തൊഴുതാണ് ബദരീനാഥനെ ദർശിക്കാനായി പോകുന്നത്. വഴിയുടെ ഇടതുവശത്തായി ശങ്കരാചാര്യസ്വാമികളുടെ ഒരു ചെറിയ പ്രതിഷ്ഠയും കാണാം. ക്ഷേത്രത്തിൻ്റെ താഴെയുള്ള തപ്തകുണ്ടിൽ കുളിച്ചതിന് ശേഷം വേണം ബദരീനാഥനെ ദർശിക്കാൻ. ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്ന പടിക്കെട്ടുകൾക്ക് താഴെയായി അളകനന്ദയുടെ തീരത്താണ് തപ്തകുണ്ട്. ഏതാണ്ട് 100 ഡിഗ്രിക്ക് മുകളിലാണ് ഈ തപ്തകുണ്ടിലെ ജലത്തിൻ്റെ ചൂട്. ഇതിലേക്ക് അളകനന്ദയിലെ ജലവും കൂടി ചേർത്ത് ചൂട് നിയന്ത്രിച്ചതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് കുളിക്കുവാനുള്ള പാകത്തിലാക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള ഗരുഡശിലയുടെ അടിയിലെ ഗന്ധകപ്പാറകളിൽ നിന്നും ഊറി വരുന്ന ഉഷ്ണജലം ഉറവയായ കുഴലുകൾ വഴി ഈ കുളങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇവിടുത്തെ കൊടും തണുപ്പിൽ തീർത്ഥാടകർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ തപ്തകുണ്ട്. ഇതിലെ ജലത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളും പറയുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കുളങ്ങളും സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള സംവിധാനങ്ങളും ഒക്കെയുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ കുളിക്കുന്നത് കൊണ്ടുള്ള മലിനീകരണം തടയാനായി ഓരോ മണിക്കൂറിലും കുളങ്ങളിലെ വെള്ളം മാറ്റുകയും ചെയ്യും. ഇവിടെ തപ്തകുണ്ടിന് സമീപവും ചില പൂജാരിമാരൊക്കെ ഇരിപ്പുണ്ട്. തപ്തകുണ്ടിന് നേരെ താഴെ അളകനന്ദയുടെ മധ്യഭാഗത്താണ് നാരദകുണ്ട് സ്ഥിതി ചെയ്യുന്നത്. അഗാധമായ താഴ്ചയും തണുപ്പുമാണ് നാരദകുണ്ടിന്. ഇവിടെ ആരും ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ഗേറ്റ് വെച്ച് പൂട്ടിയിട്ടുമുണ്ട്. ഈ പടിക്കെട്ടിൻ്റെ വശത്താണ് ആചാര്യസ്വാമികൾ ആദ്യം ബദരീനാഥനെ പ്രതിഷ്ഠിച്ച ഗുഹാമുഖം. ഈ തപ്തകുണ്ടിന് ചുറ്റുമായി പഞ്ചശിലകൾ എന്നറിയപ്പെടുന്ന 5 ശിലകളുണ്ട്. നാരദശില, നരസിംഹശില, ഗരുഡശില, വരാഹശില, മാർക്കണ്ഡേയശില എന്നിങ്ങനെ. ഇവയിൽ ഓരോന്നിനും പ്രത്യേകം ഐതിഹ്യങ്ങളുമുണ്ട്. കുളത്തിൻ്റെ ഒരു വശത്തുകൂടി മുകളിലേക്ക് കയറി പോവാം. കയറി വരുന്ന വഴിയിൽ വലതുവശത്തായി ആദി കേദാരേശ്വരൻ്റെ ശ്രീകോവിലുണ്ട്. സ്വയംഭൂവായിട്ടുള്ള പ്രതിഷ്ഠയാണിവിടെ. ഒരു ചെറിയ ശിവലിംഗം. ഇടതുവശത്ത് മുകളിലായി കാണുന്നതാണ് റാവൽജിയുടെ മഠം. അതിനു മുൻപിലായി ശങ്കരാചാര്യസ്വാമികളുടെ ഒരു ചെറിയ ശ്രീകോവിലുമുണ്ട്. ഇവിടെ നിന്ന് പടികൾ കയറി മുകളിലെത്തിയാൽ പ്രധാന ഗോപുര കവാടത്തിലേക്ക് എത്തും. സിംഹദ്വാർ എന്നറിയപ്പെടുന്ന വലിയ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ചെന്നാൽ ഇടതുഭാഗത്തായി ഗരുഡ ഭഗവാന്റെ ഒരു വിഗ്രഹം കാണാം. കേദാർനാഥിലെ പോലെ തന്നെ പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. 3 ഭാഗങ്ങളായിട്ട് ക്ഷേത്രത്തെ വിഭജിച്ചിട്ടുണ്ട്. ഭക്തർ കടന്നു ചെല്ലുന്നത് സഭാമണ്ഡപത്തിലേക്കാണ്. ഇവിടെ നിന്നാൽ വിഗ്രഹം കാണാം. തുടർന്ന് ദർശന മണ്ഡപം. ആരാധനകൾ നടത്താനും പൂജകൾ ചെയ്യാനുമൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. ഗർഭഗൃഹത്തിൻ്റെ ഉൾവശത്ത് ബദരീനാഥൻ്റെ പത്മാസനത്തിൽ ഇരിക്കുന്ന നിലയിലുള്ള വിഗ്രഹം കാണാം. കറുത്ത സാളഗ്രാമശിലയിലാണ് വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. ചതുർഭുജനാണ്. ഒരു കൈയിൽ കമണ്ഡലവും മറുകൈയിൽ ജപമാലയും മറ്റു 2 കൈകൾ മടിയിലുമായി പത്മാസനത്തിൽ ധ്യാനാവസ്ഥയിലാണ്. ബദരീനാഥ വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ഗണപതി, കുബേരൻ, ഉദ്ധവർ, നാരായണൻ, നരൻ, നാരദ മഹർഷി, ഗരുഡൻ, ലക്ഷ്മീദേവി എന്നീ പ്രതിഷ്ഠകളും കാണാം. എല്ലാ മൂർത്തികൾക്കും പൂജകളുണ്ടെങ്കിലും പ്രധാന പൂജകൾ ബദരീനാഥന് മാത്രമാണ്. ബദരീനാഥിലെ പൂജാസമ്പ്രദായങ്ങൾക്കും വളരെയധികം പ്രത്യേകതയുണ്ട്. അതിരാവിലെ റാവൽജി സശ്രദ്ധം ഭഗവാനെ പള്ളി ഉണർത്തുന്നു. സാൽവ കൊണ്ടുള്ള പുതപ്പും മറ്റു മേൽവസ്ത്രങ്ങളും മാറ്റിയതിനു ശേഷം അളകനന്ദയിലെ 60 ലിറ്ററോളം തണുത്ത ജലം കൊണ്ട് അഭിഷേകം നടത്തും. തുടർന്ന് പാല്, തൈര്, തേന്, നെയ്യ് മുതലായ ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യും. അതിനുശേഷം ചന്ദനം ചാർത്തുന്നു. പിന്നെ ഭഗവാനെ അലങ്കരിക്കുന്ന ചടങ്ങുകളാണ്. ബദരീവനത്തിലെ പ്രത്യേക പൂക്കളും തുളസി, താമര എന്നിവ കൊണ്ടുള്ള മാലകളും ഭഗവാന് ചാർത്തും. അത് കഴിഞ്ഞാൽ നിവേദ്യങ്ങളാണ്. 5 സ്വർണ്ണക്കിണ്ണങ്ങളിൽ നാനാതരം പഴങ്ങളും ഉണക്കമുന്തിരി, കൽക്കണ്ടം എന്നിവയും ഭഗവാന് നിവേദിക്കുന്നു. ബാലഭോജനം എന്നാണ് ഈ നിവേദ്യ പൂജയുടെ പേര്. ഈ പൂജ ദീപാരാധനയോടുകൂടിയാണ് പൂർത്തിയാക്കുന്നത്. ഭഗവാൻ ധ്യാനാവസ്ഥയിലായതിനാൽ ഭഗവാന്റെ പൂജാവിധാനങ്ങൾ അതിന് യോജിച്ച രീതിയിലാണ് ബദരീകാശ്രമത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ബദരീനാഥനെ തൊഴുതു നമസ്കരിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. സന്ധ്യയായപ്പോഴേക്കും പുറത്തു നല്ല തിരക്കുമായി. ശ്രീകോവിലിൻ്റെ ഇടതുവശത്തായി ശങ്കരാചാര്യസ്വാമികളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
അതിൻ്റെ പുറകുവശത്തുള്ള വലിയൊരു ഹാളിൽ കുറച്ച് കലാപരിപാടികളൊക്കെ അരങ്ങേറുന്നുണ്ട്. മണ്ഡപത്തിൽ നിന്നുള്ള പാട്ടുകൾക്കൊപ്പം ഒഡീഷയിൽ നിന്നും വന്ന ഒരു നർത്തകൻ വളരെ മനോഹരമായി നൃത്തം വയ്ക്കുന്നു. കൂടെ അതിനൊപ്പം കുറച്ച് സ്ത്രീകളും നൃത്തം ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം ആ കാഴ്ചകൾ നോക്കി നിന്നു. ശ്രീകോവിലിൻ്റെ വടക്കുവശത്തായി ഹനുമാൻ സ്വാമി, നരനാരായണന്മാർ, ഖണ്ഡാകരണ സ്വാമി എന്നീ ഉപദേവന്മാരുടെ ശ്രീകോവിലുകളുമുണ്ട്. ഇതിൽ ഖണ്ഡാകരണ സ്വാമി ക്ഷേത്രപാലനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഭഗവാൻ ഓരോ നേരങ്ങളിലായി ചതുർത്ഥാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നൊരു വിശ്വാസവുമുണ്ട്. അതായത് പ്രഭാതത്തിൽ ബദരീകാശ്രമം, മധ്യാഹ്നത്തിൽ മണികർണിക, ഭോജനത്തിന് ജഗന്നാഥം, ശയനത്തിന് ദ്വാരക, അതിനുശേഷം വീണ്ടും പ്രഭാതത്തിൽ ബദരിയിലേക്ക് എത്തുന്നു എന്നുമാണ് സങ്കല്പം. 6 മാസക്കാലം ദേവപൂജയും 6 മാസക്കാലം മനുഷ്യപൂജയുമാണിവിടെ. ഈ 6 മാസത്തെ ദേവപൂജ നാരദ മഹർഷിയാണ് ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. ചതുർത്ഥാമങ്ങളിൽ മറ്റ് 3 ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ബദരീധാമവും മഞ്ഞുകാലമാവുന്നതോടെ അടച്ചിടും. മറ്റ് 3 ക്ഷേത്രങ്ങളിലും നവംബറിൽ ദീപാവലി കഴിഞ്ഞ് പിറ്റേ ദിവസം നടയടയ്ക്കും. പക്ഷേ ബദരീനാഥിൽ മാത്രം ദീപാവലി കഴിഞ്ഞ് വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്ക് മുൻപ് ജ്യോതിഷവിധിപ്രകാരം ഒരു ശുഭദിനം നിശ്ചയിച്ചാണ് നടയടയ്ക്കുക. പിന്നീട് അടുത്ത 6 മാസക്കാലം ശ്രീ ശങ്കര ജയന്തി നാൾ വരെ ഇത് അടഞ്ഞു കിടക്കും. നടയടയ്ക്കുന്നതിന് മുൻപ് 5 ദിവസത്തെ വിശേഷാൽ പൂജകളും ഉണ്ടാവും. നടയടയ്ക്കുന്നതിന് മുൻപ് ദേവപൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് നടയടയ്ക്കുക. അതിനു മുൻപ് അഖണ്ഡജ്യോതി എന്ന നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്ന ചടങ്ങും പ്രധാനമാണ്. 6 മാസക്കാലം ആ ദീപം അങ്ങനെ അണയാതെ നിൽക്കും. പ്രധാന പൂജാരിയായ റാവൽജി സ്ഥാനമേൽക്കുമ്പോൾ തന്നെ നട തുറക്കുന്ന സമയത്തും പൂജാകാലങ്ങളിലും അകത്ത് കണ്ട കാര്യങ്ങൾ പുറത്തു പറയില്ല എന്ന് സത്യം ചെയ്യാറുണ്ടെന്ന് പറയുന്നു. നടയടയ്ക്കുമ്പോൾ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന പുഷ്പഹാരങ്ങൾ 6 മാസം കഴിഞ്ഞ് നട തുറക്കുമ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ടാകുമെന്നും ഈ ഭൂമിയിൽ കാണാത്ത വിധത്തിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് ബദരീനാഥനെ അർച്ചന ചെയ്തതായി കാണാമെന്നും പറയപ്പെടുന്നു. അഖണ്ഡജ്യോതിയുടെ തിരിയുണ്ടാക്കിയെടുക്കുന്ന വിദ്യ ആധുനിക ശാസ്ത്രത്തെ പോലും വെല്ലുവിളിക്കുന്ന സാങ്കേതിക മേന്മയോട് കൂടിയതാണ്. ഋതകമ്പളത്തിൻ്റെ നൂലുകൊണ്ടാണ് ഈ തിരികൾ ഉണ്ടാക്കുന്നത്. ഇതിന്മേൽ പരിശുദ്ധമായ നെയ്യും ഹിമാലയത്തിലെ അമൂല്യങ്ങളായ പച്ചിലകളുടെ നീരും കൂട്ടിച്ചേർത്ത മിശ്രിതം ഒരു പ്രത്യേക കനത്തിൽ പുരട്ടി ഉണക്കിയെടുക്കുന്നു. 150 കിലോയ്ക്ക് മുകളിൽ ഉണ്ടാവാറുണ്ട് അഖണ്ഡജ്യോതിക്കുള്ള നെയ്യ്. ഇത് ഒരു ഏകദേശമായ കണക്കാണ്. വലിപ്പമുള്ള വെള്ളിപ്പാത്രത്തിലാണ് ജ്യോതി ഒരുക്കുന്നത്. ഓരോ മാസത്തിൻ്റെയും ദിവസങ്ങളുടെയും എണ്ണമനുസരിച്ച് തിരിക്ക് ഓരോ കെട്ടുണ്ടാവും. നവംബർ മാസത്തിൽ 30 ദിവസം മാത്രം ഒരു കെട്ട് കത്തുമ്പോൾ ഡിസംബർ മാസത്തിൽ അടുത്ത കെട്ട് 31 ദിവസവും കത്തുന്നു. ഫെബ്രുവരിയിൽ 28 ദിവസം കത്തിയ ശേഷം മാർച്ച് മാസത്തിലെ കെട്ടിലേക്ക് ഈ തിരി കത്തിക്കയറുന്നു. അഖണ്ഡജ്യോതിയിലേക്കുള്ള തിരികൾ ഉണ്ടാക്കുവാനുള്ള അവകാശം മാന ഗ്രാമത്തിലെ ആളുകൾക്കാണ്. 41 ദിവസത്തെ കഠിന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ഇവർ തിരിയുണ്ടാക്കി തുടങ്ങുന്നത്. അഖണ്ഡജ്യോതിയിലേക്കുള്ള എണ്ണ തെഹരി മഹാരാജാവിൻ്റെ വകയാണ്. എണ്ണയുടെ കൂട്ട് മഹാരാജാവിന് മാത്രമേ അറിയുകയുള്ളൂ. ഈ എണ്ണയുടെ കൂടെ ഒരു പ്രത്യേക ലായനി മാന ഗ്രാമത്തലവൻ ഈ അഖണ്ഡജ്യോതിയിലേക്ക് ഒഴിക്കുന്നു. ഹിമാലയത്തിലെ ചില പ്രത്യേക വൃക്ഷങ്ങളിൽ നിന്നെടുക്കുന്ന എണ്ണയും അമൂല്യങ്ങളായ ഔഷധക്കൂട്ടുകളും കൂട്ടിക്കലർത്തിയതാണ് ഈ ലായനി. നട അടയ്ക്കുന്നതിന് മുൻപുള്ള പ്രത്യേക പൂജകൾ അവസാനിക്കുമ്പോൾ അഖണ്ഡജ്യോതിയിലെ തിരി കത്തിച്ചതിന് ശേഷം ഗോപുരവാതിൽ അടച്ചുപൂട്ടുന്നു. 3 പ്രത്യേകതരം പൂട്ടുകളാണ് ഈ വാതിലിന്. 3ഉം ഒരേ സമയം പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ പൂട്ടാനും തുറക്കാനും സാധിക്കുകയുള്ളൂ. തെഹരി മഹാരാജാവും റാവൽജിയും മാന ഗ്രാമത്തലവനുമാണ് ഈ താക്കോലിൻ്റെ അവകാശികൾ. നടയടയ്ക്കുന്ന കാലത്ത് ഉദ്ധവരെ പല്ലക്കിൽ എഴുന്നള്ളിച്ച് പാണ്ഡവേശ്വരത്തേക്ക് കൊണ്ടുപോകും. 6 മാസക്കാലം ഉദ്ധവർക്ക് അവിടെയാണ് പൂജ. പക്ഷേ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം നടയടയ്ക്കുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ തന്നെ സ്ഥാപിക്കും. ഈ ദേവപൂജ നടക്കുന്ന 6 മാസം ഉദ്ധവർ ഇവിടെ നിന്ന് മാറുന്നതിനും ഒരു കാരണമുണ്ട്. ഉദ്ധവർ ദേവന്മാർക്ക് മനുഷ്യനും മനുഷ്യർക്ക് ദേവനുമാണ്. അതുകൊണ്ട് ഈ 6 മാസക്കാലം ഉദ്ധവരെ മാറ്റി നിർത്തിക്കൊണ്ട് നാരദ മഹർഷിക്ക് ബദരീനാഥനെ പൂജിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഉദ്ധവർ പാണ്ഡുകേശ്വരത്തേക്ക് പോകുന്നത്. ഈ കാലയളവിൽ 6 മാസക്കാലം കുബേര ഭഗവാനെയും പൂജിക്കുന്നത് പാണ്ഡവേശ്വരത്താണ്. അതുപോലെ ഉദ്ധവരെ പൂജിക്കുന്ന ഏക ഭൂമിയും ബദരീകാശ്രമമാണ്.
ഇതുപോലെ തന്നെ വിധിയനുസരിച്ച് കുബേര ഭഗവാനെയും പൂജിക്കുവാൻ അനുവാദമുള്ള ഭൂമിയും ബദരീകാശ്രമം മാത്രമാണ്. കേരളവുമായി ബദരീനാഥനെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ പുനഃപ്രതിഷ്ഠ ചെയ്തു. മലയാളാചാരം അനുസരിച്ചുള്ള പൂജാ സമ്പ്രദായങ്ങൾ, പൂജിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ബ്രാഹ്മണരാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ബദരിയിലെ പ്രധാന ദിവസം വാമൻ ദ്വാദശിയാണ്, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണം. നമുക്കും പ്രധാന ആഘോഷം അതുതന്നെയാണ്. നമ്മുടെ കേരളത്തിൽ വാമനാവതാരത്തിലെത്തിയ ഭഗവാൻ മഹാബലി തമ്പുരാനെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടതുപോലെ ബദരീനാഥിലും വാമനരൂപത്തിലെത്തിയ ഭഗവാന്റെ അപേക്ഷ പ്രകാരമാണെങ്കിലും കേദാർനാഥിനും മറ്റൊരു സ്ഥലത്തേക്ക് വാസം മാറ്റേണ്ടി വന്നു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴേക്കും തണുപ്പും വർദ്ധിച്ചു വന്നു. ഒരു 7:30 റാവൽജിയെയും മഠത്തിൽ പോയി സന്ദർശിച്ചതിന് ശേഷം നേരെ മുറിയിലേക്ക് പോയി. പിറ്റേ ദിവസമാണ് മാനാഗ്രാമവും വസുധാര വെള്ളച്ചാട്ടവുമൊക്കെ കാണാനായി പോയത്. മാനാഗ്രാമത്തിലാണ് വ്യാസഗുഹയും ഗണപതി ഗുഹയും സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനവും ഒക്കെ ഉള്ളത്. ആ കാഴ്ചകളുമൊക്കെയായി അടുത്ത വീഡിയോയിൽ കാണാം.